ഇത്തരത്തിൽ വിദ്വേഷകരമായ പ്രചരണം നടത്തുകയാണ്. ഇപ്പോൾ ആത്യന്തികമായി സംഭവിക്കുന്ന എന്താണ്? ഒരു ഹിന്ദു മുസ്ലിം വേർതിരിവ് സൃഷ്ടിക്കുന്നത്, മുസ്ലിങ്ങളെ ഇങ്ങനെ ചിത്രീകരിക്കുന്ന സിനിമയുണ്ടാക്കുമ്പോൾ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. ഗുജറാത്ത് വംശഹത്യയുടെ ഉത്തരവാദികൾ ഹിന്ദുക്കളാണെന്ന് ആര് പറഞ്ഞു? RSSനോട്. RSS ഇതിലൂടെ ശ്രമിക്കുന്നത് ഗുജറാത്ത് വംശഹത്യയുടെ ഉത്തരവാദികൾ ഹിന്ദുക്കളല്ല. ഗുജറാത്ത് വംശഹത്യയുടെ ഉത്തരവാദികൾ സംഘപരിവാറാണ്. ആ സംഘപരിവാറിൻ്റെ ആലയിലാണ് ഇന്ത്യയിലെ മുഴുവൻ ഹിന്ദുക്കളെന്ന് ആരാണ് RSSനെ പറഞ്ഞു പഠിപ്പിച്ചത്? ഞങ്ങളങ്ങനെ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് ഗുജറാത്ത് വംശഹത്യ പരാമർശിക്കുമ്പോഴോ ഗുജറാത്ത് വംശഹത്യയെ ചിത്രീകരിക്കുകയോ ചെയ്യുമ്പോൾ അത് ഇന്ത്യയിലെ ഹിന്ദു വിഭാഗത്തിന്, ഹിന്ദുക്കൾ അങ്ങനെയല്ല, ഹിന്ദു വിഭാഗം അങ്ങനെയാണോ? ഒരിക്കലുമല്ല. ആ സിനിമയിൽ തന്നെ അഭയം കൊടുക്കുന്ന ഒരു സ്ഥലം അതിനകത്ത് കാണിക്കുന്നുണ്ട്. അവരുടെ ഒരു 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 ഡയലോഗ് അതിനകത്ത് ഡെലിവറി ചെയ്യുന്നുണ്ട്. മകൻ വളർന്നു വരുമ്പോൾ മകനോട് പറയണം, മകനോട് ഇത് ഏതെങ്കിലും ഒരു മതമല്ല ഇതിന് ഉത്തരവാദി. തീർച്ചയായിട്ടുമല്ല. മതത്തെ രാഷ്ട്രീയവൽക്കരിക്കുന്നതിനെയാണ് വർഗീയത എന്ന് പറയുന്നത്. ഇപ്പം ഏതെങ്കിലും ഒരു മതത്തിനെതിരല്ല ഇതൊന്ന് ഓർമ്മിപ്പിക്കുന്നത്. ഈ ബഹിഷ്കരണ ആഹ്വാനങ്ങൾ അതൊരു പരിധി വിട്ട രീതിയിലേക്കൊക്കെ വരികയാണെങ്കിൽ അതിനെ എങ്ങനെ DYFI പ്രതിരോധിക്കും? ഞാനിപ്പോൾ ഇത് ഒരു അവബോധം നിർമ്മിക്കുക എന്നുള്ളതാണ് ജനങ്ങളുടെ മാനസികാവസ്ഥ. ജനങ്ങൾ ഇത് ഒരു വശത്ത് RSS വിദ്വേഷം ജനിപ്പിക്കാൻ ശ്രമിക്കുന്നു. വിദ്വേഷം ഉണ്ടാകാതിരിക്കാൻ നമ്മളെല്ലാവരും ജാഗ്രതപ്പെടണം. അതാണ് പ്രധാനമായും വേണ്ടത്. രണ്ട്, പിന്നെ ഇവരേതെങ്കിലും ഒരു തരത്തിൽ ഇപ്പോൾ ഇവർ കാണാൻ പറഞ്ഞ സിനിമകൾ ആളുകൾ കണ്ടിട്ടുണ്ടോ? ഇപ്പോൾ കേരള സ്റ്റോറി എല്ലാവരും പോയി കാണണം എന്ന് പറഞ്ഞ് അവരുടെ നേതാക്കളൊക്കെ പോയി കണ്ടല്ലോ. ഡൽഹിയിൽ പ്രദർശിപ്പിച്ചിട്ട് മന്ത്രിമാർ പോയി കണ്ടില്ലേ കൂട്ടത്തോടെ? എന്നിട്ട് ജനമേറ്റെടുത്തോ? ഇല്ല, ജനമേറ്റെടുത്തിട്ടില്ല. ഇവർ കാണരുത് എന്ന് പറഞ്ഞാൽ ആളുകളെല്ലാം അയ്യോ കാണണ്ട എന്ന് പറഞ്ഞ് വീട്ടിയിരിക്കുമോ? ഇല്ല. മഹാവിജയമാകാനുള്ള കാരണമായി ഒരു പക്ഷേ അത് മാറിയെന്നും ഇരിക്കും. അപ്പോൾ അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ അവരവരുടെ വഴിക്ക് നീങ്ങട്ടെ. കേരളത്തിനത് സ്വീകരിക്കാനുള്ളൊരു കെൽപ്പിപ്പോഴുമുണ്ട് എന്ന് തന്നെയാണ് ഞാൻ. കേരള സ്റ്റോറി ജനങ്ങൾ തള്ളിക്കളഞ്ഞു. അപ്പോൾ എമ്പുരാൻ 48 മണിക്കൂർ കൊണ്ട് 100 കോടി എത്തി എന്നാണ് മോഹൻലാൽ ഇന്നലെ സമൂഹ മാധ്യമത്തിൽ ഒരു പോസ്റ്റ് ഇട്ടത്. അപ്പോൾ ഈ എമ്പുരാൻ സിനിമയെ ജനം സ്വീകരിച്ചെന്ന് ഒരു കമൻ്റ് ഉണ്ടോ? അല്ല, എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ ലൂസിഫറിന് ശേഷം, ഞാനൊരു സിനിമാ പ്രേമി എന്നതിൽ പറയുന്നൊരു ഭാഗമാണ്. തീർച്ചയായും ആ സിനിമ പ്രദർശനത്തിന് മുമ്പ് തന്നെ വിറ്റുപോയ സിനിമയാണ്. അല്ലെങ്കിൽ ടിക്കറ്റിലായാലും ഏത് തരത്തിലായാലും അത് ഒരു എക്സ്പെക്റ്റേഷനാണല്ലോ. ലൂസിഫർ പ്രത്യേകിച്ചും പൃഥ്വിരാജിനെ പോലൊരാൾ, പൃഥ്വിരാജ് മോഹൻലാൽ എന്ന് പറയുന്നൊരു കോംബോ അതിനകത്ത് വർക്കൗട്ടാവുന്നു. തീർച്ചയായിട്ടും അത് സിനിമ ഇതൊന്നുമല്ല, വേറൊരു പ്രമേയമാണ് വന്നുകൊണ്ടിരിക്കട്ടെ. ആ സിനിമയുടെ മേക്കിങ്, അതിൻ്റെ ഒരു സ്കില്ല്, മോഹൻലാലിൻ്റെ സാന്നിധ്യം, തീർച്ചയായിട്ടും ആ സിനിമ, ഇദ്ദേഹത്തിൻ്റെ പൃഥ്വിരാജിൻ്റെ ബ്രില്യൻസ്, ആ സിനിമ വേറൊരു തരത്തിൽ മാർക്കറ്റ് ചെയ്യപ്പെടും. അതുകൊണ്ട് തീർച്ചയായിട്ടും സിനിമ ജനം ഏറ്റെടുക്കുന്നുണ്ട്. അത് ഇതല്ല, ജനം ഏറ്റെടുക്കുന്നത് ജനങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുന്നതിനെ ആസ്പദമാക്കിയാണ് ജനം ഏറ്റെടുക്കുന്നത്. ജനങ്ങളുടെ എക്സ്പെക്റ്റേഷനെ ആസ്പദമാക്കിയാണ്, സിനിമയുടെ പിന്നിൽ പ്രവർത്തിക്കുന്നവരെ ആസ്പദമാക്കിയാണ്. പക്ഷേ ഈ നമ്മൾ കാണേണ്ട കാര്യം അതിന് രാഷ്ട്രീയമായി അല്ല. ഈ എമ്പുരാൻ ജനം ഏറ്റെടുത്തു എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നത്, എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയുടെ ഏറ്റെടുത്തു എന്ന് നമ്മൾ പറയുന്നത് എങ്ങനെയാണ്? ബോക്സ് ഓഫീസ് ഹിറ്റ്, അതിൻ്റെ കളക്ഷൻ, ഇത്തരം കാര്യങ്ങളെ ആസ്പദമാക്കിയാണല്ലോ അതിനുള്ള തിരക്ക്. തീർച്ചയായും അത് അവർ പറയേണ്ട കാര്യമാണ്. ഇത് ഏറ്റെടുത്തോ ഇല്ലയോ എന്നുള്ളതൊന്നും ഞാൻ ജഡ്ജ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പം ഞാൻ ഒരു ആസ്വാദകൻ എന്ന നിലയിൽ ആ സിനിമ കണ്ടിട്ടുണ്ട്. ആ സിനിമ കണ്ട ഒരാളെന്നുള്ള നിലയിൽ എനിക്കതിൽ യോജിക്കാനും വിയോജിക്കാനുമുള്ള കാര്യമുണ്ട്. ഞാനതിനെ എന്നെ കണ്ടാൽ പോരെ. ബാക്കിയുള്ള കാര്യമൊക്കെ അവരുടെ ബിസിനസ് ആസ്പെക്റ്റാണ്. ഞാനതിൽ പോയി അഭിപ്രായം പറയേണ്ട കാര്യമില്ല. ഒരു രാഷ്ട്രീയ പാർട്ടി അഭിപ്രായം പറയേണ്ട കാര്യമില്ല. എന്നെ അലട്ടുന്ന കാര്യം, ഞങ്ങളുടെ സംഘടനയൊക്കെ അലട്ടുന്നൊരു കാര്യം, സമൂഹത്തിൽ വിദ്വേഷം വളർത്താൻ സംഘപരിവാർ ഈ അവസരത്തെയും ദുരുപയോഗിക്കുന്നത് കാണുമ്പോൾ അത് വലിയ ആപൽക്കരമാണ്. ഇനി ഇത്തരത്തിൽ നിർഭയമായി ഇത്തരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്നവരെ പിന്തിരിപ്പിക്കാനുള്ള നിഗൂഢ ശ്രമമാണ്. ഗുജറാത്ത് വംശഹത്യ ഇനി ആരും പറയാൻ പാടില്ല എന്ന് ആവർത്തിച്ച് ഇവർ ആഹ്വാനം ചെയ്യുകയാണ്. അതെല്ലാം ദൂരവ്യാപകമായ പ്രത്യാഘാതം ഉണ്ടാകും. ഏറ്റവും ഒടുവിലായിട്ട് ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞാൽ പെട്ടെന്ന് ആൻറ്റി ഇന്ത്യൻ എന്ന് പറയുന്നൊരു ദേശവിരുദ്ധതയുടെ പട്ടം ചാർത്തി കൊടുക്കുകയല്ലേ. ഈ സിനിമ ആൻറ്റി ഹിന്ദുവാണ്, ആൻറ്റി ഇന്ത്യയാണ് എന്ന് പറയുകയാണ്. സംഘപരിവാർ ചെയ്യുന്ന എല്ലാ കൊള്ളരുതായ്മകളെയും ആരെങ്കിലും ആക്രമിച്ചാൽ പെട്ടെന്ന് ഇവർ ഹിന്ദു വിരുദ്ധരാണെന്ന് സ്ഥാപിക്കുക, അവരെ ദേശവിരുദ്ധരാണ് എന്ന് മുദ്രയടിച്ചു കൊടുക്കുക. അത് ഇന്ത്യയിൽ നടക്കില്ല.